ഓക്കെ, അപ്പോൾ സൂരജ് ക്രിട്ടിക് ഓഫ് പ്യൂർ റീസണിനെ കുറിച്ച് പറഞ്ഞു വന്ന മനുഷ്യന്റെ റീസണുള്ള ഒരു ലിമിറ്റഡ്നെസിനെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലെ. അപ്പൊ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ കാണ്ട് ഒരു കോപ്പർനിക്കൻ റെവല്യൂഷൻ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അല്ലെ. എക്സാക്ട്ലി അത് തന്നെയാണല്ലോ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതും. അതെ അതെ അതെ, ഒരു കോപ്പർനിക്കൻ റെവല്യൂഷൻ ഫിലോസഫിയിൽ കൊണ്ടുവന്നതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അന്ന് വരെ വിചാരിച്ചിരുന്ന ഒരു ചിന്താഗതിയെ തച്ചുടച്ച് വേറൊരു പുതിയ ചിന്താഗതി കൊണ്ടുവരികയാണ് നമ്മുടെ കാണ്ട് ചെയ്തത്. അതെ, അല്ലെങ്കിൽ എന്താ പറയുക, ഹി ഓൾസോ ടേൺഡ് ഇറ്റ് അപ്സൈഡ് ഡൗൺ, അല്ലെങ്കിൽ നേരെ തിരിച്ചാക്കി. അതായത് കോപ്പർനിക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അത്രയും കാലം ഭൂമിയാണ് സെന്റർ എന്ന് കരുതിയെടുത്ത് ഭൂമി കറങ്ങുക മാത്രമാണ്, സൂര്യനാണ് നടുക്കുക എന്ന് പറഞ്ഞാണല്ലോ ഈ ഹീലിയോ സെന്റർസ് എന്ന് പറയുന്നത്. അതാണ് കോപ്പർനിക്കൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് റാഷണലിസ്റ്റുകൾ പറഞ്ഞത് റീസൺ ആണ് ഏറ്റവും വലിയ ഏജന്റ് ഓഫ് നോളജ്. ഇത് എംപിരിസിസ്റ്റുകൾ പറയുന്നത് അല്ല, എക്സ്പീരിയൻസ് ഔട്ട്സൈഡ് വേൾഡാണ് അതിന്റെ സോഴ്സ്. അപ്പൊ റീസൺ ആണ് സോഴ്സ്. ഒരാൾ പറയുന്നത് മറ്റൊരു പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. ഇദ്ദേഹം പറയുന്നത് റീസൺ ഹാസ് സെറ്റ് certain limits, certain requirements before the experience, before the world, and the world has to conform to these requirements. അപ്പൊ നമ്മുടെ ഈ പുറത്തുള്ള ലോകം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് സാധനമാണ് നമ്മൾ അത് പറഞ്ഞ കളറായാലും അപ്പൊ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ളത് നമുക്ക് പറ്റുള്ളൂ. നമ്മളെല്ലാം പറയാം, നമ്മൾ ചിലരെ കുറിച്ച് പറയില്ല അവനെ കണ്ടത് വയ്യ, കാരണം അവൻ കൂട്ടിയ കൂടുതലാണെന്ന് പറയുന്നത്. അതുപോലെ അപ്പൊ റീസണിന്റെ കപ്പാസിറ്റിക്ക് പറ്റുന്നതും റീസണെ കണ്ട് സാധിക്കുന്നതുമായിട്ടുള്ള ചുമടെ റീസൺ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ചുമട് എന്താണെന്നും റീസണിന്റെ കപ്പാസിറ്റി എന്താണെന്നും അറിഞ്ഞ് ആ തരം മനസ്സിലാക്കി ഈ പറഞ്ഞ ലോകം പെരുമാറിയെങ്കിൽ മാത്രമേ അത് നോളജ് ആകും. അപ്പൊ അത് പറഞ്ഞതുകൊണ്ടാണ് ഈ റീസൺ ആണ് പ്രപഞ്ചത്തിന്റെ മേൽ ഈ റിക്വയർമെന്റ്സ് അടിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെ ആ റിക്വയർമെന്റ്സിനോട് കൺഫേം ചെയ്താൽ മാത്രമേ നോളജ് ആകും പറഞ്ഞതാണ് ഈ കോപ്പർനിക്കൻ റെവല്യൂഷൻ വരുന്നത്. അപ്പൊ അതാണ് വാസ്തവത്തിൽ കാന്റ് കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതാണ് അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഫിലോസഫിയുടെ വലിയൊരു ചരിത്രയാത്ര ആരംഭിക്കുന്നത്. കാരണം സയൻസിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാണ്. കാരണം റീസണിന്റെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി പോകാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തിയോളജിക്കൽ വാസ്തവത്തിൽ വളരെ നല്ലതാണ്. കാരണം ഈ കാണ്ട് പറഞ്ഞല്ലോ, നമുക്കിപ്പോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലിമിറ്റഡ്നെസ് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് വരുന്നത് ട്രാൻസെൻഡന്റൽ റിയാലിറ്റിയാണ്. അത് ട്രാൻസെൻഡന്റൽ ഫിലോസഫി എന്ന് വിളിക്കാനും കാരണമാണ് a philosophy that transcends the experience. കാരണം നമ്മൾ അത് പറഞ്ഞില്ല, പ്യൂർ റീസൺ എന്ന് പറയുന്നത് a reason that is before the experience. A reason that is not contaminated or adulterated by അതായത് ഒരു തരത്തിലുള്ള മായം കലർന്നില്ല. പ്യൂർ റീസൺ. നമ്മളിപ്പോ ഒരു പോളിത്തീൻ ബാഗ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നടച്ചതിന് ശേഷം പറയുന്നത് നമ്മൾ പറയില്ല ഇമാക്കുലേറ്റ് ഇതിനകത്തൊന്നും ഇതിനകത്ത് ഒരു റീസൺ എക്സ്പീരിയൻസിന്റെ ഒരു പൊടി പോലും പറ്റില്ല. വെർജിൻ പ്യൂർ റീസൺ ആണ്. അതാണ് ഈ പറഞ്ഞ കിട്ടിയ പ്യൂർ റീസൺ റീസൺ. അപ്പൊ അത് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് എക്സ്പീരിയൻസ്. അപ്പൊ ഈ ട്രാൻസെൻഡന്റൽ എക്സ്പീരിയൻസിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗോഡിലേക്ക് എത്താൻ പറ്റും അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അത് വാസ്തവത്തിൽ നല്ലൊരു ചോദ്യം. കാരണം എന്താ വെച്ചാൽ വാസ്തവത്തിൽ പലപ്പോഴും പലരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളെല്ലാം ഈ പറഞ്ഞ ഇപ്പൊ ഉദാഹരണത്തിന് ഈ നമ്മുടെ സ്കോളാസ്റ്റിക് ഫിലോസഫിയിലെല്ലാം ചർച്ച ചെയ്തിരുന്നത് മുഴുവൻ എന്താണ് ഒരു മനസ്സിലാവാതെ. അതുപോലെ നമ്മള് പണ്ട് ഫിലോസഫി ഒക്കെ പഠിക്കുന്ന സമയത്ത്, ഹിസ്റ്ററി ഓഫ് ഫിലോസഫി പഠിക്കുന്ന സമയത്ത് വളരെ വളരെ ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നില്ല. കാരണം അതിനെ കുറിച്ചൊക്കെ അവർ ചിന്തിച്ച് പലതും അവർ സമയം ഊർജ്ജം കളഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഈ പെട്രാർക്ക്, അതായത് ഈ റിനേസൻസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ആദ്യ കാലഘട്ടത്തിൽ, അതായത് ഏറ്റവും ആദ്യത്തെ റിനേസൻസിന്റെ ഏറ്റവും ആദ്യത്തെ പീരീഡിൽ പെട്രാർക്ക് ഉണ്ടല്ലോ, ഫ്രാൻസിസ്കോ പെട്രാർക്ക്. പെട്രാർക്കൊക്കെ പറയുന്നത് ഫിലോസഫി ഡിസ്കസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം മനുഷ്യർ പറയണ്ടായ രീതി മാറ്റിവെച്ച മാലാഖമാരെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് മാറി നമുക്ക് ചീച്ചി കാര്യങ്ങൾ. അതുകൊണ്ടാണ് മെഡീവൽ ഏജില് കാണുന്ന ഇമേജുകൾക്കും അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂസും ഒക്കെ തുണിയില്ലാതെ വരുന്നത്. പ്രത്യേകിച്ച് ഈ റിനേസൻസിന്റെ പ്രഭവം ഇറ്റലിയിൽ കാണുന്ന റോമിലോ നാപ്പിളോ എവിടെ ചെന്നാലും മുഴുവൻ അത് മുഴുവൻ പിന്നീട് ഈ പോപ്സ് ഒക്കെ ഈ റിനേസൻസിനെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ച് ആർക്ക് പ്രോത്സാഹിപ്പിച്ചു അതിനെല്ലാം ഇച്ചിരി മൂടിയൊക്കെ വെച്ച്. The human being is the center of art. അപ്പൊ ആ ഹ്യൂമൻ ബീയിങ്ങിന് അതുപോലെ
ചിത്രീകരിക്കുകയാണ്. Human being becomes the center of art, center of celebration, and his body, his physics must be celebrated. കാരണം അതും എല്ലാ ശേഷിയുടെയും എല്ലാ കപ്പാസിറ്റിയുടെയും എപ്പിറ്റോം ആയിട്ട് അത് മാറും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതാണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലം മാലാക്കന്മാര് ശരിയും മനുഷ്യൻ ഇച്ചീച്ചയാണെന്ന് പറഞ്ഞ മാറ്റി വരുന്നത്. ആ മനുഷ്യൻ സെന്ററിലേക്ക് കൊണ്ടുവരുന്നതാണ് ഹ്യൂമനിസം. അത് ശരിക്കും പറഞ്ഞ ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു പുനഃപ്രതിഷ്ഠയാണ്. അതുകൊണ്ടാണല്ലോ റീബർത്ത് എന്ന് പറയുന്നത്, റെനസോൺസ് അല്ലെങ്കിൽ റെനൈസൻസ് എന്ന് പറയുന്നത്. ഫിഗറുകളൊക്കെ നോക്കുകയാണെങ്കിലും അത് പകുതി നേക്കഡ് ആയിട്ടുള്ള ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഏതൻസിലൊക്കെ ചെല്ലുമ്പോൾ ഏതൻസിൽ നമ്മുടെ ഈ പറഞ്ഞ എല്ലാം കാണുന്നത്, അല്ലെങ്കിൽ തന്നെ അവിടുത്തെ ആ പാത്രങ്ങളിലേക്ക് ചിലപ്പോൾ അവിടെ എല്ലാം കാണുന്ന മുഴുവൻ അങ്ങനത്തെ രൂപങ്ങളാണ്. അത് അവിടെ യൂറോപ്പിൽ പോകുന്നത് നമ്മൾ പഴയ ആർട്ട് സെന്ററുകളിലേക്ക് എല്ലാം ഫ്ലോറൻസ് ചെയ്യുന്നത് എല്ലായിടത്തും ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോ അതൊരു എന്താ പറയുക, മനുഷ്യന്റെ അതുപോലെ വളരെ ശക്തം ബലിഷ്ഠമായ ശരീരമൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എല്ലാം ഉള്ളത്. അപ്പൊ മനുഷ്യൻ ഹ്യൂമൻ ബീങ് ബിക്കംസ് ദ സെന്റർ എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അത് വാസ്തവത്തിൽ ഇവിടെ മനുഷ്യന്റെ കപ്പാസിറ്റി ഇല്ലായ്മയെ കുറിച്ച് ഇപ്പൊ ക്യാൻഡ് പറയുമ്പോഴും അവിടെ വേറൊരു കപ്പാസിറ്റിയെ കുറിച്ച് കൂടി പറയുകയാണ്. കാരണം സ്റ്റിൽ ദ റീസൺ ഹാസ് ഗോട്ട് ദ കപ്പാസിറ്റി ടു ഗോ ബിയോണ്ട് ഇറ്റ്സ് ഓൺ ലിമിറ്റ്. അപ്പൊ ഈ ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകാൻ അതിനെ കുറിച്ച് സ്വപ്നം കാണാൻ റീസൺ പറ്റും. അപ്പൊ റീസൺ അത് പറ്റുമെങ്കിൽ അപ്പോഴാണ് ഈ ക്യാൻഡിന് ശേഷം വന്ന ചില ദൈവശാസ്ത്രജ്ഞന്മാർ, അതായത് മീഡിയവൽ തിയോളജിക്ക് ശേഷം അല്ലെങ്കിൽ സ്കോളാസ്റ്റിക് തിയോളജിക്ക് ശേഷം ആധുനിക തിയോളജി, ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് കാത്തലിക് സർക്കിളിലൊക്കെ ആധുനിക തിയോളജിയുടെ ഒരു എന്താ പറയുക ആദ്യത്തെ ഒരു വിത്ത് എന്ന് പറയുന്നത് കാൾ റാണറിലൊക്കെയാണ്. തീർച്ചയായിട്ടും ഫ്രഞ്ച് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാതെ യോഹാൻ ബാപ്റ്റിസ്റ്റ് പൊളിറ്റിക്കൽ തിയോളജിയൊക്കെ, അല്ലെങ്കിൽ പറഞ്ഞ നമ്മുടെ നുവേ തിയോളജി എന്ന് പറയുന്ന നമ്മുടെ ജോണ്ടാരിയു അല്ലെങ്കിൽ നമ്മുടെ കോങ്ക, പിന്നെ പറഞ്ഞ ഹെൻറി ഡി ലുബാക്ക്, അവരെല്ലാം ഫ്രഞ്ച് തിയോളജിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഷിനു, ഡൊമിനിക് ഷിനു, ഇവരെല്ലാം ഡൊമിനിക്കൻസും ജെസ്യൂട്ട്സും. അവരാണല്ലോ ഈ പറഞ്ഞ നുവേ തിയോളജി എന്ന് പറയുന്ന ഇന്ത്യയുടെ വത്തിക്കാൻ കൗൺസിലിനെയൊക്കെ സ്വാധീനിച്ച ഏറ്റവും വലിയ തിയോളജി അവരിലൂടെയൊക്കെയാണ് രൂപപ്പെട്ടത്. അല്ലെങ്കിൽ ഹാൻസ് ഫോൺ ബാൽത്തസാർ ജർമ്മൻ, അപ്പൊ ഒരുപാട് തിയോളജിയൻസ്. പക്ഷേ ഈ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോർ കോൺട്രിബ്യൂഷൻ ആയിട്ട് എപ്പോഴും പറയാറുള്ളത് ഈ പറഞ്ഞ കാരണമാണ്. ഈ റാണറുടെ തിയോളജി ട്രാൻസെൻഡന്റൽ തിയോളജി എന്ന് വിളിക്കാൻ കാരണം ഈ റാണർ വാസ്തവത്തിൽ ചെയ്തതെന്ന ഈ ഇമ്മാനുവൽ കാന്റിന്റെയും മാർട്ടിൻ ഹൈഡഗറുടെയും ഫിലോസഫി അദ്ദേഹം അതിനെ പ്രാക്ടീസ് ചെയ്തു. അപ്പൊ ഈ മാമോസ് മുക്കി ഇപ്പൊ അദ്ദേഹം പറയുന്നത് പറയാം, ഇമ്മാനുവൽ കാന്റ് പറയുകയാണ് മനുഷ്യന്റെ റീസണ് ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ ഈ ലിമിറ്റിന് അപ്പുറം പോകാനുള്ള ഒരു ടെൻഡൻസി കൂടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ദൈവത്തെ കുറിച്ച് ഐഡിയാസ് ഓഫ് റീസൺ എന്നാണ് പറയുന്നത്. അപ്പൊ ഐഡിയാസ് ഓഫ് റീസൺ ആയിട്ട് ഈ ഗോഡൊക്കെ വരുന്നതിന്റെ കാരണം ഈ ടെൻഡൻസി ഉള്ളതാണ്. അപ്പൊ ആ ടെൻഡൻസി അദ്ദേഹം നേരെ വേറൊരു ടേമാക്കി വരാണ്. അതിനാണ് അദ്ദേഹം എക്സിസ്റ്റൻഷ്യൽ സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുകയാണ് എനിക്ക് സൂപ്പർ നാച്ചുറൽ എക്സിസ്റ്റൻഷ്യൽ അല്ലെങ്കിൽ എനിക്ക് സൂപ്പർ നാച്ചുറൽ എക്സിസ്റ്റൻസ് മാൻ ഹാസ് ഗോട്ട് ദ കപ്പാസിറ്റി ഓർ ഓപ്പൺനെസ് ടു ഗോഡ്. ദൈവത്തിലേക്ക് ഒരു തുറവേണ്ട. അപ്പൊ അത് എല്ലാ മനുഷ്യനുണ്ട്. അത് irrespective of his religion, every human being has got such an openness to God. അപ്പൊ അതുകൊണ്ട് എല്ലാ മനുഷ്യരും ദൈവത്തെ സ്വീകരിക്കാനുള്ള, ദൈവത്തെ അറിയാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു തുറവി ഉള്ളതുകൊണ്ട് അതിനെയാണ് ഈ എക്സിസ്റ്റൻഷ്യൽ സൂപ്പർ നാച്ചുറൽ എന്നും. ആ തുറവി ഉള്ളതുകൊണ്ട് ഒരു ഇന്ന മിനിമം സെൻസ് അല്ലെങ്കിൽ ഒരു ചെറിയ സെൻസിലേക്ക് എല്ലാവരും ഈശോയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് തോന്നിയിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അനോണിമസ് ക്രിസ്ത്യൻസ്. അതായത് അദ്ദേഹം ഒരുപക്ഷെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലീജിയനിൽ മെമ്പറായിരിക്കണമെന്നില്ല. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് ഈ ക്രൈസ്റ്റിനോടുള്ള ഓപ്പൺനെസ് ഉണ്ട്. അതുകൊണ്ടാണ് അവന് പിരിക്കാൻ ഒരു ലോകത്തിൽ ഒരു മനുഷ്യനെയോ അവന്റെ റിലീജിയന്റെ പേരിലോ അവൻ അത്തൈസ്റ്റ് ആണെന്ന് പിരിക്കാൻ ആരും ആളല്ല പറയാൻ കാരണം അതാണ്. ഈ അനോണിമിറ്റി റിലീജിയന്റെ ഒരു അനോണിമിറ്റി ആണ്. അനോണിമസ് ക്രിസ്ത്യൻ ആണ്. അനോണിമസ് ക്രിസ്ത്യന് കാരണമായിട്ട് വരുന്നത് ദിസ് കൈൻഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ അപ്പൊ അവിടെയാണ് ട്രാൻസെൻഡന്റൽ തിയോളജി വരുന്നത്. അപ്പൊ അവിടെ വാസ്തവത്തിൽ പറഞ്ഞ ഈ എന്താ പറയുക നമ്മൾ പറയുന്നത് ഈ മാലാഖമാരത്ര പേര് സൂചിയുടെ അറ്റത്തിരിക്കും എന്നുള്ളതിന് പകരം very human existence and his priorities. അത് മനുഷ്യന്റെ ഫെയിലിയേഴ്സ്, അവന്റെ തോൽവികൾ, അവന്റെ അർത്ഥമില്ലായ്മ, അവന്റെ സാധാരണ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തിയോളജിയിൽ ഇഷ്യൂ ആയിട്ട്. അപ്പൊ അത് ആ ഒരു പാരഡൈം ഷിഫ്റ്റ് വരുന്നത്
കാര്യം പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ തിയോളജി എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ എല്ലാം ഹ്യൂമൻ ബീങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് തിയോളജൈസ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന എല്ലാ മോഡേൺ തിയോളജിയൻസിലേക്ക് നമ്മൾ വരുമ്പോൾ എപ്പോഴും കാണുന്നതാണ്. അപ്പൊ അതിന് ഈ കാന്റ് വലിയൊരു കാരണമായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ കാന്റിന്റെ ഈ റീസന്റെ ഈ കപ്പാസിറ്റിയുടെ പരിധി അല്ലെങ്കിൽ റീസന്റെ കപ്പാസിറ്റിയെ കുറിച്ച് പറഞ്ഞത് പിന്നീട് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് അതിനെ എന്താ പറയുക ജർമ്മൻ ഐഡിയലിസ്റ്റിന്റെ അങ്ങേയറ്റത്തേക്ക് കൊണ്ടുപോകുന്ന ഹേഗൽ പക്ഷെ അവിടെ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെ ഈ റീസന്റെ ഒരു എന്താ പറയുക റീസന്റെ ഒരു വലിയൊരു ഡെവലപ്മെന്റ് ആയിട്ട് കാണിക്കുകയാണ്. റീസൺ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് ലൈനിലാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ടുവേർഡ്സ് ഹയർ ഫ്രീഡം. അപ്പൊ ദ വേൾഡ് ഹിസ്റ്ററി ക്യാൻ ബി സീൻ ആസ് ദ എവല്യൂഷൻ ഓഫ് ദ സ്പിരിറ്റ്. സൂര്യ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഹേഗലിന്റെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചുള്ള ഒരു നോഷനാണ്, അതേക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് പറയാനായിട്ട് സാധിക്കും. അതായത് റിലീജിയനെ കുറിച്ചുള്ള നമ്മൾ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പോസിഷൻസ് ഉണ്ട്. ഒരുപക്ഷെ അത് വേറൊരു ടോപ്പിക്കായിട്ട് തന്നെ ചിലപ്പോൾ ചർച്ച ചെയ്യാവുന്നതായിരിക്കും. റിലീജിയനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞു ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്യുന്നത് സ്പിരിറ്റിന്റെ ഡെവലപ്മെന്റ് ആയിട്ട് സ്പിരിറ്റിന്റെ എവല്യൂഷൻ ആയിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ അവതരിപ്പിക്കുന്ന അതിലാണ് അദ്ദേഹം വിവിധ സ്റ്റേജുകളെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ ആ വിവിധ ഔഹേബു എന്ന് പറയും, അത് ഉയരുക എന്ന് പറയുന്നത് അതൊരു തരം ഡിനയലും കൂടെ റെഫ്യൂട്ടേഷൻ ഉണ്ട്. റെഫ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് നീഡ് നോട്ട് ബി ഓൾവേസ് ഓപ്പോസിറ്റ്. ഇപ്പോൾ പയസ് ഒരു പ്രസംഗാനാവാൻ ശ്രമിക്കുന്നത്, നല്ലൊരു ഒരു പ്രസംഗാനാവാൻ ശ്രമിക്കുന്ന സമയത്ത് പയസിന് തന്നെ ചില ഉദാഹരണങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വിക്കല് പോലെയോ അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടാവാറാണ്. അപ്പൊ ഈ സ്റ്റേജ് ഫിയറിനെ മറികടക്കാൻ പയസ് ശ്രമിക്കും. അതിന് ചിലപ്പോൾ 4 ആളുടെ 10 ആളുടെ 100 അങ്ങനെയൊക്കെ പറഞ്ഞ് ആ പേടിയെ മറികടക്കാൻ. അപ്പോൾ എന്റെ ഉള്ളിൽ ഞാൻ മറികടക്കേണ്ട ചില കുറവുകളാണ്. ആ കുറവുകളെ മറികടക്കുന്നതും ആ കുറവുകൾ പോലും ഓപ്പോസിറ്റ് ആയിട്ട് പരിഗണിക്കപ്പെടും. അത് എന്റെ ശത്രുവായിട്ട് ഞാൻ പരിഗണിക്കുകയാണ് ആ കുറവുകൾ. അപ്പൊ ഈ ഹേഗൽ പറയുന്ന ഹേഗലിൽ ആരോപിക്കുന്ന ആളുകൾ ഹേഗലല്ല വാസ്തവ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. തീസിസ് ആന്റിതീസിസ് സിന്തസിസ് എന്ന് എല്ലാവരും ഹേഗലിൽ പറയുന്നത് ഉപയോഗിച്ച് ഫിഷ്റ്റയാണ് യോഹാനസ് ഗോട്ട്ലിബ് ഫിഷ്റ്റൻ. അപ്പൊ അത് ഹേഗലിന്റെ ഒപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ചത് ജർമ്മൻ ഐഡിയലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അത് പിന്നീട് ഹേഗൽ ഈ ഡയലക്ടിക്കൽ മെത്തേഡില് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പിന്നീട് ഈ ഫിക്സ്റ്റേഡ് ടെർമിനോളജി ഉപയോഗിച്ച ആളുകൾ പറഞ്ഞതുകൊണ്ട് വാസ്തവത്തിൽ ഹേഗലിന്റെ പേരിലായി. കാരണം ഹേഗലാണ് ഈ ആശയം കൂടുതൽ പറഞ്ഞുകൊടുക്കുന്നത്. അതുകൊണ്ട് ടെർമിനോളജി ഫിക്സ്റ്റേഡ് ആണെങ്കിലും ഹേഗലിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ ഇതെല്ലാം നമ്മുടെ സോക്രട്ടീസിലേക്ക് പോകേണ്ടതാണ്. പ്ലേറ്റോയുടെ തേറ്റസ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. തേറ്റസ് എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം പറയുന്നത് ഈ ഡയലക്ടിക്കൽ മെത്തേഡിനെ കുറിച്ച്. തേറ്റസ് എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം പറയുന്നത് ഫിലോസഫി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ആർട്ടാണ്. അതൊരു പൈസ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈ വയറ്റാട്ടിയുടെ ആർട്ടാണ്. പൈസ ഞാൻ തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഇടയിൽ നമ്മുടെ രണ്ടുപേരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ സംഭാഷണത്തിലൂടെ പറ്റും. അപ്പോൾ ഒരു ഫിലോസഫറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വയറ്റാട്ടിയുടെ ഡ്യൂട്ടിയാണ്. ഉള്ളിലുള്ള കുട്ടിയെ കൊല്ലാതെ നല്ല ആരോഗ്യത്തോടെ പുറത്തെടുക്കുക. അപ്പൊ സത്യം നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അതിനെ പുറത്തേക്ക് എടുക്കുക, അതിന് സഹായിക്കുന്ന ഡയലോഗ് നടത്തുക. അപ്പൊ നീ പറയുന്ന ആശയത്തിന് കുറവുകൾ ചൂണ്ടിക്കാട്ടി അതിനെ പരിഹരിക്കാനായിട്ട് ഫിലോസഫറുടെ ഭാഗത്തുള്ള ഇൻപുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ ആ ഇൻപുട്ടും നിന്റെ ഭാഗത്തുള്ള ഔട്ട്പുട്ടും കൂടെ ചേർന്ന് അത് ഒരു നല്ല ഡയലോഗായിട്ട്. അപ്പൊ അത് ഹേഗൽ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, ഒരു വൃക്ഷം വളരുന്നത് പോലെ. അങ്ങനെയാണ് ഈ പറഞ്ഞ ഈ സ്പിരിറ്റിന്റെ വളർച്ച, അത് പൂർണ്ണമായിട്ട് നല്ല ആരോഗ്യത്തോടെ വളരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഈ ഉള്ള കുറവുകൾ തിരുത്തിക്കൊണ്ട് ഒക്കെ ഉള്ള മുന്നോട്ട് പോകുക, അതാണ് ഈ ഔഹേബു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പുള്ളി ഉദ്ദേശിക്കുന്ന ഈ ഹേഗൽ പറയുന്ന ഈ ഡെവലപ്മെന്റൽ സ്റ്റേജുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത് ലോജിക്ക്, നേച്ചർ, മൈൻഡ് എന്ന് പറയുന്ന 3 സ്റ്റേജുകളാണ്. അതിനകത്ത് ഈ മൈൻഡ് തന്നെയുണ്ട്. മൈൻഡിനെ തന്നെ സബ്ജക്റ്റീവ് മൈൻഡ്, ഒബ്ജക്റ്റീവ് മൈൻഡ്, അബ്സല്യൂട്ട് മൈൻഡ്. ഈ അബ്സല്യൂട്ട് മൈൻഡാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ എക്സ്പ്രഷനുകൾ. ഈ അബ്സല്യൂട്ട് മൈൻഡിന്റെ 3 എക്സ്പ്രഷൻസ് വീണ്ടും ഉണ്ട്. അതിന്റെ സബ്ഡിവിഷൻ അവിടെയാണ് ആർട്ട്, റിലീജിയൻ, ഫിലോസഫി വരുന്നത്. അപ്പൊ ആർട്ടിലൂടെ ഈ പറഞ്ഞ അബ്സല്യൂട്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള അബ്സല്യൂട്ട് എന്ന് അദ്ദേഹം വിളിക്കുന്നത്, നേരിട്ട് ഗോഡ് വിളിക്കുന്നതിന് അബ്സല്യൂട്ടിന്റെ എക്സ്പ്രഷൻ വളരെ നമുക്ക് ശരിയാണല്ലോ. നമ്മുടെ ആർട്ട് വർക്ക് കാണുമ്പോൾ നമ്മള് അപ്പൊ അത് എന്താ പറയുക ഒരു ഓ ഫീലിംഗ്. അപ്പൊ ഈ ഓ ഫീലിംഗ് ആണ് വാസ്തവത്തിൽ പറഞ്ഞ ആർട്ടും റിലീജിയനും 2 തരത്തിൽ നമുക്ക് നൽകുന്നത്. അപ്പൊ ഒന്ന് വ്യക്തിക്കാണ് കൊടുക്കുന്നെങ്കിൽ മറ്റൊന്ന് സമൂഹത്തിനാണ് കൊടുക്കുന്നത്.
അപ്പൊ സമൂഹത്തിനാ കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഈ സമൂഹത്തിന്റെ ഈ ഫീലിംഗ് റിലീജിയൻ നടത്തുന്നു, അത് ഇല്യൂസറി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ ഓപ്പിയറ്റ് ഓഫ് ദി മാൻ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്സ് ഓപ്പിയം ഓഫ് മാൻ എന്ന് പറയാൻ കാരണം അതും ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ക്രിട്ടിക് ഓഫ് ഹേഗലിലാണ്. ഹേഗലിന്റെ ഫിലോസഫി ഓഫ് റൈറ്റിന്റെ ക്രിട്ടിക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 1843 എനിക്ക് തോന്നുന്നു എഴുതിയ ആ പുസ്തകത്തിലാണ് ഈ മാർക്സ് ഇതിനെ ഈ റിലീജിയൻ ഇസ് ഓപ്പിയം ഓഫ് ദി മാൻ എന്ന് പറയുന്നത്. റിലീജിയൻ ഇസ് സൈൻ ഓഫ് ദി ഒപ്രസ്ഡ് മാൻ എന്ന് പറഞ്ഞ ഒരു നീളം ഡയലോഗ് ഉണ്ട്. അതിന്റെ അവസാനമാണ് റിലീജിയൻ ഇസ് ഓപ്പിയം ഓഫ് ദി മാസസ്, ഓപ്പിയേറ്റ് ഓഫ് ദി മാസസ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈ റിലീജിയൻ പറഞ്ഞ മനുഷ്യനെ ഒരു ഇല്യൂസറി പ്രഷറാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് വേറെ റിയൽ പ്രഷർ കിട്ടണമെങ്കിൽ റിലീജിയൻ നെഗേറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതവിടെ അത് ഇങ്ങനെയാണ് റിലീജിയനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഫിലോസഫി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ക്യാന്റിന്റെ ഈ റീസണിന്റെ കപ്പാസിറ്റി ലിമിറ്റഡ് ആണ് എന്ന് പറയുന്നിടത്താണ് വാസ്തവത്തിൽ അത്തീസവും ലിമിറ്റഡ് ആണെന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം മനസ്സിലാക്കേണ്ടത് ഹ്യൂമിലിറ്റിയോടുകൂടി വിനയത്തോടു കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. ക്യാന്റിന്റെ ഫിലോസഫി വിളിക്കുമ്പോൾ ആ ഒരു റീസൺ ഇസ് ലിമിറ്റഡ്, റീസൺ ഹാസ് ഗോട്ട് സർട്ടൻ ലിമിറ്റേഷൻസ്. അതിനപ്പുറം പോകുന്നിടത്ത് അതിനപ്പുറത്തുള്ള ക്ലെയിമുകൾ. അപ്പൊ അത്തീസ്റ്റ് ഇല്ല എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ അത്തീസ്റ്റ് ഉണ്ടെന്ന് ക്ലെയിം ചെയ്യുമ്പോൾ രണ്ടിടത്തും ഒരുപോലെ അതിന് ലിമിറ്റഡ്നെസ് ഉണ്ട്, അതിന് അതുപോലെ തന്നെ അത് തെറ്റാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി വാശിയോടുകൂടി ഇത് ഇങ്ങനെയാണ് എന്ന് പറയുന്ന അത്തീസ്റ്റും ഇത് ഇങ്ങനെയല്ല എന്ന് പറയുന്ന അത്തീസ്റ്റും ഒരുപോലെ തെറ്റാറാണ്. നമുക്കൊരു 100% അതായത് ഈ ദൈവം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ദൈവം ഉണ്ട് എന്ന് പറയാം. അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് വാസ്തവത്തിൽ ഫിലോസഫി നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ ഒരു മെറ്റഫിസിക്കൽ സെർട്ടനിറ്റി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മറ്റു പല രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ മോറൽ നെസസിറ്റി എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഹ്യൂമൻ എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ ഈ കപ്പൂത്തോയെ പോലുള്ള ദൈവശാസ്ത്രജ്ഞർക്ക് പറയുന്നത് ഗോഡ് ഓഫ് ഈവൻസ്, ഈവന്റ് തിയോളജി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണൽ ഈവൻസ്, അതിലൂടെയൊക്കെ ദൈവാനുഭവം പോകുന്നതല്ല. അപ്പൊ പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് ദൈവത്തെ കൊണ്ടുവരാനുള്ള ശ്രമം അങ്ങനെയാണ് പറഞ്ഞത്. അവിടെയാണ് ഈ പറഞ്ഞപ്പോ കാനഡയൊക്കെ ഒരുപാട് മുമ്പ് ജീവിച്ചിരുന്ന വലിയൊരു മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു, ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ബ്ലസ് പാസ്കൽ എന്ന് പറയുന്നത്. പാസ്കൽ സ്ട്രാൻഡ് മാത്തമാറ്റിക്സ് വളരെ ഫേമസ് ആണ്. അപ്പൊ ഈ ബ്ലസ് പാസ്കലിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അദ്ദേഹം ഈ ദൈവവിശ്വാസിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജാൻസിനിസവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് പുകമറയിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ ഇതിൽ അദ്ദേഹം പറയുന്ന വലിയൊരു കാര്യമാണ്. അതായത് മനുഷ്യന്റെ ഈ റാഷണൽ കപ്പാസിറ്റി അദ്ദേഹം രണ്ടായിട്ട് തിരിക്കുന്നതാണ്. ഒന്ന് ഹാർട്ട്, ഒന്ന് ജിയോമെട്രിക് മൈൻഡ്. അപ്പൊ ജിയോമെട്രിക് മൈൻഡ് എന്ന് പറയുന്നത് വളരെ റീസൺ ഉപയോഗിച്ച് മാത്രം ചിന്തിക്കുന്നു. ഹാർട്ട് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം സാധ്യം അതുപോലെ ഇൻഡ്യൂഷൻ ഒക്കെ പോലെ കാര്യങ്ങൾ ചേർന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രയോഗമുണ്ട് ഫ്രഞ്ചില്, ലക്കൂർ ആസ് എ റസോൺ കെല റസോൺ നെക്കോഡെപ്പ എന്ന് പറയുന്നത്. ഹാർട്ട് ഹാസ് ഇറ്റ്സ് ഓൺ റീസൺസ് വിച്ച് ദ റീസൺ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഹൃദയത്തിൻ്റെതായ ഒരു യുക്തിയുണ്ട്, യുക്തിക്ക് മനസ്സിലാകാത്തൊരു യുക്തി. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ഇതാണ് ഈ റീസന്റെ ലിമിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. റീസൺ മനസ്സിലാകാത്ത ഹാർട്ടിന് മനസ്സിലാവും. അവിടെ ഈ രണ്ടാമത് the heart has its own reasons which the reason cannot understand. മനസ്സിലാകാത്ത റീസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത റീസൺ എന്ന് പറയുന്നത് ജിയോമെട്രിക് മൈൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങനെ പറയാം, ഹാർട്ട് ഹാസ് ഇറ്റ്സ് ഓൺ റീസൺസ് വിച്ച് ദ ജിയോമെട്രിക് മൈൻഡ് കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ആ ജിയോമെട്രിക് മൈൻഡിൽ കടന്നു പോകുന്ന ഒന്ന് ഹാർട്ടിലുണ്ട്. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ മൊറാലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഈ വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ആദ്യം പറയാം മനുഷ്യന്റെ ഈ പറഞ്ഞ മിസ്റ്റിക് ലെവലിലൊക്കെ എക്സ്പീരിയൻസ് അവിടെ എല്ലാം കടന്നു വരുന്നത് അവിടെയാണ്. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് ഈ റീസന്റെ കാറ്റഗറീസും റീസന്റെ ടെർമിനോളജികളും ഉപയോഗിച്ച് നമുക്ക് ചിലപ്പോൾ വ്യക്തമാക്കാൻ പറ്റില്ല, മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അത് റീസന്റെ ഇൻകപ്പാസിറ്റിയാണ്. അതാണ് ക്യാന്റ് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഇൻകപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഓൾസോ വി ഹാവ് ഗോട്ട് ദ ഇൻകപ്പാസിറ്റി ടു ഡിസ്ക്രൈബ് ഇറ്റ്, അല്ലെ, നരേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ആ ഒരു ലെവലിലേക്ക് അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനെങ്ങനെ ഏത് രീതിയിൽ ഡീൽ ചെയ്യണം എന്നുള്ളത് വാസ്തവത്തിൽ വീണ്ടും നമ്മൾ എന്റെ അഭിപ്രായത്തിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏതാണ്ട് വളരെ സുദീർഘമായ ഒരു ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അടുത്ത ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ കമൻറ്റുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. വളരെയധികം സമയം
ചെലവഴിച്ച സൂരജിന് വളരെ നന്ദി. വളരെ സന്തോഷം. നല്ല രീതിയിൽ ഡിസ്കഷൻ കൊണ്ടുപോകാൻ പറ്റിയത് പൈസ വളരെ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് പലതും കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ അങ്ങനെ നീണ്ട് പല രീതിയിലൊക്കെ പോയാലും തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് പഠിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ പലപ്പോഴും ഇവിടെ വന്നതിന് ശേഷം ഇവിടെ മറ്റു പല കാര്യങ്ങളൊക്കെയാണ് എഴുതാറൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും മാതൃഭാഷയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഭാഗ്യമായിട്ട് കരുതുന്നു. പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ ചിലപ്പോൾ വാക്കുകൾ കൃത്യം കിട്ടാതെ വരുന്നത് മനസ്സിലാവുന്ന ഞാൻ കരുതുന്നു. താങ്ക് യു.